കാലമെല്ലാം തൻ കൈകളാലെന്നെ കാത്തിടുവാൻ വഴി നടത്തിടുവാൻ, കാലമെല്ലാം തൻ കൈകളാലെന്നെ കാത്തിടുവാൻ വഴി നടത്തിടുവാൻ, കരുത്തനാം അവനെന്നും കരുതിടുന്നവനാം കർത്തനിൽ മാത്രമെന്നാശ്രയമാം, കരുത്തനാം അവനെന്നും കരുതിടുന്നവനാം കർത്തനിൽ മാത്രമെന്നാശ്രയമാം. കർത്താവിൽ എപ്പോഴും സന്തോഷിക്കും ഞാൻ ക്രിസ്തീയ ജീവിതയാത്രയതിൽ, കണ്ണീരിൻ വേളയിൽ കഷ്ടങ്ങളേറെയും വരികിലും അവനിൽ ഞാൻ സന്തോഷിക്കും. ഇപ്പോൾ നാം ശ്രവിച്ചുകൊണ്ടിരിക്കുന്നത് മോർണിംഗ് വോയിസ് എന്ന ആത്മീയ ശുശ്രൂഷ. ഇന്ന് ഫിലിപ്പിയർ ലേഖനത്തിൽ നിന്നും കർത്താവിന്റെ ദാസൻ വിനോദ് തോമസ് കോട്ടയം ധ്യാനചിന്തകൾ പങ്കുവയ്ക്കുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. മോർണിംഗ് വോയിസിലൂടെ ദൈവം ശ്രവിക്കുന്ന എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഫിലിപ്പി ലേഖനം അതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ 7-ാമത്തെ വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ. എങ്കിലും എനിക്ക് ലാഭമായിരുന്നു ഒക്കെയും ഞാൻ ക്രിസ്തു നിമിത്തം ഛേദം എന്ന് എഴുതിയിരിക്കുന്നു. ഇവിടെ പൗലോസ് തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച വലിയ രൂപാന്തരത്തിൻ്റെ ഫലത്തെക്കുറിച്ച് പറയുകയാണ്. എന്താണ് പൗലോസ് പറയുന്നത്? ഇവിടെ 2 കാര്യങ്ങളാണ്. ഒന്ന്, ഒരിക്കൽ തനിക്ക് ലാഭമായിരുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഇതിൻ്റെ 3-ാം അധ്യായത്തിൻ്റെ അതിൻ്റെ 4 മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പൗലോസ് ഒരിക്കൽ ലാഭമായി കണ്ടതൊക്കെയും പറയുന്നത് നമ്മൾ ചിന്തിക്കുകയുണ്ടായി. യഹൂദ മതത്തിൽ താനായിരുന്നപ്പോൾ യഹൂദ മതത്തിൻ്റെതായ ആ പ്രത്യേകതകൾ, ശ്രേഷ്ഠതകൾ, അതൊക്കെ തനിക്ക് വലിയ ലാഭമായിട്ട് കാണുവാനായിട്ട് ഇടയായി. എന്നാൽ ഞാൻ ക്രിസ്തു നിമിത്തം, കർത്താവായ യേശു ക്രിസ്തുവിനെ ആ ദമസ്കോസിന്റെ പടിവാതിക്കൽ കണ്ടത് നിമിത്തം, യേശുക്രിസ്തുവിനെ കണ്ടത് നിമിത്തം തൻ്റെ ജീവിതത്തിൻ്റെ അക്കൗണ്ടിൽ ഒരു വലിയ മാറ്റം സംഭവിച്ചിരിക്കുകയാണ്. ഇവിടെ തനിക്ക് ലാഭമായിരുന്നത്, ഇവിടെ കെർഡോസ് എന്ന ഗ്രീക്ക് വാക്കാണ് ലാഭത്തിന് ഉപയോഗിച്ചിരിക്കുന്നത്. അതിൻ്റെ അർത്ഥം പ്രയോജനകരമായത്, നേട്ടമുള്ളത്, ലാഭകരമായത്. പൗലോസിന്റെ ജീവിതത്തിൽ അനേകം ലാഭങ്ങൾ ഉണ്ടായിരുന്നു. തനിക്ക് പേര്, പ്രശസ്തി, ബഹുമാനം, ആദരവ്, ഇതൊക്കെ നൽകുന്നതായിരുന്നു ഈ വസ്തുതകൾ. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ആ നേട്ടത്തിൻ്റെ ഭാഗത്തു നിന്ന്, തൻ്റെ ജീവിതത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ നേട്ടത്തിൻ്റെ ഭാഗത്ത് എഴുതിയിരുന്നതെല്ലാം മാറ്റുകയാണ്. അതെല്ലാം നഷ്ടത്തിൻ്റെ ഭാഗത്തേക്ക് മാറ്റുകയാണ്. നഷ്ടത്തിൻ്റെ ഭാഗത്തുണ്ടായിരുന്നത് നേട്ടത്തിൻ്റെ ഭാഗത്തേക്ക് വരികയാണ്. എത്രയോ വിപ്ലവകരമായൊരു മാറ്റമാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത് എന്ന് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കും. കൊലീസ് ലേഖനം 2-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, പെരുന്നാള്, വാവ്, ശബത്ത്, അതുപോലെയുള്ളതായ കാര്യങ്ങളൊക്കെ ഒരു കാലത്ത് പൗലോസിന്റെ ജീവിതത്തിൽ വളരെ നേട്ടമായിട്ട് പൗലോസ് കണ്ടിരുന്നതാണ്. യഹൂദ മതത്തിലുള്ള തൻ്റെ ആ ശ്രേഷ്ഠതമായ പദവികൾ, അതൊക്കെയും പൗലോസ് നേട്ടമായിട്ട് കണ്ടിരുന്നതാണ്. എന്നാൽ യേശുക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ, അവനത്തെ ആ മഹത്വം കണ്ടു കഴിഞ്ഞപ്പോൾ അതൊക്കെയും ആ പ്രയോജനമില്ലാത്തതായി തീർന്നു എന്നാണ് പൗലോസ് പറയുന്നത്. നമ്മൾ കർത്താവ് പറയുന്ന ഉപമയിൽ ഒരു മനുഷ്യൻ ചെയ്തതായ കാര്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ഒരു വയലിൽ വെച്ച് ഒളിച്ചു വെച്ച നിധി ഇവിടെ സദൃശ്യമായിട്ട് സ്വർഗരാജ്യത്തെക്കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. അത് കണ്ടിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി. ഇതുപോലെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്. കർത്താവ് ആകുന്ന നിധിയെ കണ്ടുപിട്ടിക്കഴിഞ്ഞപ്പോൾ തനിക്ക് മറ്റുണ്ടായിരുന്ന യഹൂദ മതത്തിലുണ്ടായിരുന്ന എല്ലാം വിട്ടുകളഞ്ഞിട്ട് ആ കർത്താവിന് വേണ്ടി ജീവിക്കുവാൻ ഇടയായി തീർന്നു. പിന്നെയും കർത്താവ് പറയുന്നുണ്ട്, മത്തായി സുവിശേഷം 13-ാം അധ്യായത്തിന്റെ 45-46 വാക്യങ്ങൾ വായിക്കുമ്പോൾ, നല്ല മുത്ത് അന്വേഷിക്കുന്ന ഒരു വ്യാപാരിയെ കുറിച്ച് കർത്താവ് പറയുന്നുണ്ട്. ആ മുത്ത് കണ്ടപ്പോൾ എന്ത് ചെയ്തു? തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ മുത്ത് വാങ്ങുന്നതായിട്ട് കർത്താവ് പറയുന്നുണ്ട്. ഇത് തന്നെയാണ് പൗലോസിന്റെ ജീവിതത്തിൽ കണ്ട്.
ആ ശ്രേഷ്ഠമായ മുത്തായ കർത്താവായ യേശു ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിലുണ്ടായിരുന്ന പ്രയോജനകരമായത് എല്ലാം അപ്രയോജനമായി തീർന്നു, ലാഭമായിരുന്നൊക്കെ നഷ്ടമായി തീർന്നു എന്നുള്ളത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. കർത്താവ് പിന്നെയും പറയുന്നത് വായിക്കുന്നുണ്ട്, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടുകയും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കുകയും ചെയ്താൽ എന്ത് പ്രയോജനം. ഇവിടെയും നമുക്കറിയാം ഒരു രണ്ട് താരതമ്യപ്പെടുത്തുകയാണ്. ആത്മാവിനാണോ പ്രധാനം, സർവ്വലോകത്തിനാണോ പ്രധാനം എന്നാണ്. ആത്മാവിന് പ്രധാനം കാണുന്നയാള് സർവ്വലോകത്തെയും വിട്ട് അതിനേക്കാൾ പ്രാധാന്യം കൊടുത്ത് ആത്മാവിൻ്റെ രക്ഷ, ആത്മാവിന് വേണ്ടിയുള്ള ജീവിതം, നിത്യതയ്ക്ക് വേണ്ടിയുള്ള ജീവിതത്തിന് വേണ്ടി ഒരുങ്ങും എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. അതുപോലെയാണ് ഈ ലോകത്തിന് വേണ്ടി ജീവിച്ചിരുന്ന പൗലോസ് തൻ്റെ ആത്മാവിൻ്റെ രക്ഷ ക്രിസ്തുവിൽ കണ്ടെത്തി കഴിഞ്ഞപ്പോൾ അത് ബാക്കിയുള്ളതെല്ലാം നഷ്ടമായിട്ട് കാണുകയാണ്. ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ ലോത്തിന്റെ ഭാര്യയെക്കുറിച്ച് കർത്താവ് പറയുന്നു, ലോത്തിന്റെ ഭാര്യയെ ഓർത്തുകൊള്ളുക എന്ന് പറയുന്നു. എന്താണ് ലോത്തിന്റെ ഭാര്യയെ കണ്ടത്? ദൂതൻ വന്ന് പറഞ്ഞു, ആ പുറകോട്ട് നോക്കരുത്, മുന്നോട്ട് പോവുക, ലാഭമായിരുന്നൊക്കെ നഷ്ടമായി തീർന്നിരിക്കുകയാണ്, അങ്ങനെ കാണണം. എന്നാൽ ലോത്തിന്റെ ഭാര്യ എന്തു ചെയ്തു എന്ന് കർത്താവ് പറയുന്നുണ്ട്. ദൂതന്റെ വാക്കിനേക്കാൾ പഴയത് ലാഭമായിരുന്നു, ഒരിക്കൽ ലാഭമായിരുന്ന പഴയത് അത് നഷ്ടപ്പെട്ടോ, ഈ ദൂതൻ പറഞ്ഞത് ശരിയാണോ, അങ്ങനെ സംഭവിച്ചോ എന്ന് അറിയാൻ വേണ്ടി തിരിഞ്ഞു നോക്കി. ആ പഴയതിലേക്ക്, നഷ്ടമായി പോകേണ്ടതിലേക്ക് തിരിഞ്ഞു നോക്കിയപ്പോൾ എന്ത് സംഭവിച്ചു? ലോത്തിന്റെ ഭാര്യ പുതുനായിപ്പോയി. ലോത്തിന്റെ ഭാര്യ ഓർത്തുകൊള്ളുക എന്ന് നമ്മുടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം 17-ാം അധ്യായത്തിൽ പറയുന്നത് നമുക്ക് കാണുവാൻ സാധിക്കും. പൗലോസ് പറയുന്നത്, ഞാൻ പഴയതിനെല്ലാം, എൻ്റെ ജീവിതത്തിൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുള്ളതായ എല്ലാം അത് വലിയൊരു നഷ്ടമായിട്ട് മാറുകയാണ്. നമുക്കറിയാം, ഒരു ജീവിതത്തിൻ്റെ സാക്ഷ്യമാണ് നമുക്കിവിടെ കാണുന്നത്. ഒരു ബിസിനസ്സിൽ ലാഭമായിരുന്നതെല്ലാം നഷ്ടമാകുകയും നഷ്ടമാകുന്നതെല്ലാം ലാഭമാകുകയും ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമാണ്. അത് ആ ബിസിനസ്സിനെ മുഴുവൻ ബാധിക്കുന്ന കാര്യമാണ്. പൗലോസിന്റെ ജീവിതത്തിൽ അത് തന്നെയാണ് സംഭവിച്ചത്. ലാഭമായിരുന്നൊക്കെയും ക്രിസ്തു നിമിത്തം നഷ്ടമായിട്ട് തീരുകയാണ്. ഛേദം എന്ന് എണ്ണിയിരിക്കുന്നു. ഇവിടെ എണ്ണുക എന്നുള്ളത് ഒരു കണക്കിന്റെ വാക്കാണ്. ചിന്തിച്ച ഒരു തീരുമാനത്തിലെത്തുക, ഒരു നിഗമനത്തിലെത്തുക എന്നാണ് ഈ വാക്കിന്റെ അർത്ഥം. പൗലോസ് ചിന്തിച്ചപ്പോൾ പൗലോസിന് മനസ്സിലായി, ക്രിസ്തുവാണ് വലിയവൻ. ഒരു കാലത്ത് പൗലോസ് ക്രിസ്തുവിനെതിരായിരുന്നു. എന്നാൽ ക്രിസ്തുവിനെ കണ്ടുമുട്ടിക്കഴിഞ്ഞപ്പോൾ തൻ്റെ ജീവിതത്തിൽ ലാഭമായിരുന്നൊക്കെയും നഷ്ടമായിട്ട് കാണുക. നമ്മുടെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു? കർത്താവിനെ കണ്ടുമുട്ടുന്നതിന് മുമ്പുണ്ടായിരുന്ന ആ പഴയ പാപ സ്വഭാവങ്ങൾ അത് ഇപ്പോഴും നമ്മെ പിന്തുടരുന്നുണ്ടോ? അതിനോട് നമുക്ക് നോ പറയാൻ കഴിയുന്നുണ്ടോ? നമ്മുടെ പാരമ്പര്യത്തോട്, ലോകത്തിൻ്റെതായ പ്രവടിയോട്, പുകഴ്ചയോട്, സ്ഥാനത്തോട്, മാനത്തോട് നമുക്ക് ആഭിമുഖ്യമുണ്ടോ? അതോ ക്രിസ്തു നിമിത്തം ഛേദമെന്നുവാൻ, ക്രിസ്തു നിമിത്തം അത് വിലയില്ലാത്തതായി കാണുവാൻ, ക്രിസ്തുവിനെ എല്ലാത്തിനുപരിയായിട്ട് ശ്രേഷ്ഠനായിട്ട് കാണുവാൻ, ക്രിസ്തുവിലേക്ക് നോക്കി ജീവിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളതാണ് നാം നോക്കേണ്ട കാര്യം. പൗലോസ് പറയുന്നു, താൻ ഈ കഷ്ടം സഹിക്കുന്നതിൻ്റെ കാരണം, റോമിലെ കാരാഗ്രഹത്തിൽ ഇപ്പോൾ ആയിരിക്കുന്നതിൻ്റെ കാരണം ആ പഴയതെല്ലാം നഷ്ടമെന്നുണ്ടെങ്കിലും ക്രിസ്തുവാണ് ലാഭം എന്ന് കാണുവാൻ കഴിഞ്ഞു എന്നുള്ളത്. പ്രിയ ദൈവമക്കളെ, നമ്മുടെ ജീവിതത്തിൽ ക്രിസ്തുവിനെ ശ്രേഷ്ഠമായിട്ട് കാണുവാൻ, പഴയതൊക്കെ കഴിഞ്ഞുപോയി കണ്ടാലും പുതുതായി തീർന്നിരിക്കുന്ന അനുഭവത്തിലൂടെ മുന്നോട്ട് പോയി നമ്മുടെ ജീവൻ നയിക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ സഹായിക്കട്ടെ. അവിടുത്തെ നാമം മഹത്വപ്പെടുമാറാകട്ടെ.